ഹായ്, നിങ്ങളുടെ വീട്ടിൽ പ്യൂരിഫയർ ഒന്നുമില്ല എങ്കിൽ നമ്മൾ എന്താണ് സേഫ് ആയിട്ടുള്ള വെള്ളം കുടിക്കാൻ വേണ്ടി ചെയ്യുക? വെള്ളം തിളപ്പിച്ച് കുടിക്കും. ഇത് ഒട്ടുമിക്ക വീടുകളിലും നമ്മൾ ധാരാളമായിട്ട് ചെയ്തു വരുന്ന ഒരു പ്രക്രിയയാണ്. കാലങ്ങളായിട്ട് നമ്മൾ ഇത് തന്നെയാണ് അനുവർത്തിച്ചു വരുന്നത്. വെള്ളം തിളപ്പിച്ച് സേഫ് ആക്കി കുടിക്കുന്ന ഒരു പ്രക്രിയ. എന്നാൽ ഇവിടെ നമ്മൾ പലപ്പോഴും അനുവർത്തിച്ചു വരുന്ന ഒരു തെറ്റായ പ്രവണതയുണ്ട്. എന്താണെന്നറിയും, വെള്ളം തിളപ്പിച്ചിട്ട് ഉടനെ തന്നെ ആ തിളച്ച 100 ഡിഗ്രി ചൂടുള്ള വെള്ളം കുടിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അതിലേക്ക് കുറച്ച് പച്ചവെള്ളം കയറി വെച്ച് കുടിക്കും. എന്തിനാ? തണുപ്പിക്കുവാൻ വേണ്ടിയിട്ട്. അപ്പം തണുപ്പിക്കുന്ന വെള്ളത്തിൽ അണുക്കളില്ലേ? ഫ്രിഡ്ജിൽ എന്തുകൊണ്ടാണ് ആഹാര വസ്തുക്കൾ കേടുകൂടാതിരിക്കുന്നത്? അവിടെ ടെമ്പറേച്ചർ ഇല്ല. നമ്മൾ ഈ തിളപ്പിച്ചാറ്റിയ വെള്ളത്തിലേക്ക് വീണ്ടും പച്ചവെള്ളം ഒഴിക്കുമ്പോൾ ആ പച്ചവെള്ളത്തിൽ ഉള്ള അണുക്കൾക്ക് വളരാനുള്ള ഒരു സാഹചര്യം കൂടി നമ്മൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ റൊട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്താ ചെയ്യുക? അതിലേക്ക് ഈസ്റ്റ്. ആ ഈസ്റ്റ് വേഗം വളരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? കുറച്ച് ചെറു ചൂടുവെള്ളത്തിലാണ് നമ്മൾ ചെയ്യുക. എന്താ വെച്ചാൽ ആ കുറച്ച് ചൂടിൻ്റെ ഒപ്പം ഇത് വേഗം വളരും. ഇത് തന്നെയാണ് നമ്മൾ തിളപ്പിച്ച് വാറ്റിയ വെള്ളത്തിലേക്ക് പച്ചവെള്ളം ഒഴിക്കുമ്പോൾ സംഭവിക്കുന്നത്. നമ്മൾ വീടുകളിൽ മാത്രമല്ല, പല ഹോട്ടലുകളിലും ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. ചേട്ടാ ചൂടുവെള്ളം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടുവെള്ളം കൊടുത്തരും. അയ്യോ നല്ല ചൂടാണല്ലോ ചേട്ടാ. അപ്പം എന്ത് ചെയ്യും? കുറച്ച് തിരിച്ചു കൊണ്ടുപോകും. എന്നിട്ട് അതിനകത്ത് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് കൊണ്ടുവരും. വളരെ തെറ്റായ പ്രവണതയാണിത്. ഇത് കൂടുതൽ ദോഷമാണ് ഉണ്ടാക്കുക. നമ്മൾ തിളപ്പിക്കുമ്പോൾ ഈ കോളി, ഹെപ്പറ്റൈറ്റിസ് അങ്ങനെ തുടങ്ങി ഒരുപാട് ബാക്ടീരിയാസ് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് വരെ തിളപ്പിച്ച് കഴിഞ്ഞാൽ നശിച്ചു പോകും. പക്ഷെ വീണ്ടും അതിലേക്ക് അണുക്കളെ കയറ്റി വിടുന്ന ഒരു സംഭവമാണ് ഈ തിളപ്പിച്ചാറ്റിയ വെള്ളത്തിലേക്ക് പച്ചവെള്ളം ഒഴിക്കുന്ന പരിപാടി. ഇനി മുതൽ ഒരിക്കലും ചെയ്യരുത്.